ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ ചിങ്ങമാസത്തിലെ വിവാഹ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി ഉന്നതതല യോഗം ചേർന്നു. ക്ഷേത്രത്തിനകത്തും പുറത്തും ക്ഷേത്രനഗരിയിലും അധികം പോലീസിനെ വിന്യസിക്കാൻ ജില്ലാ പോലീസ് മേധാവിക്ക് കത്ത് നൽകാൻ യോഗത്തിൽ തീരുമാനമായി. ഓഗസ്റ്റ് 23-ന് 422-ഉം 30-ന് 338-ഉം സെപ്റ്റംബർ 13-ന് 320 വിവാഹങ്ങളാണ് ഷീട്ടാക്കിയിരിക്കുന്നത്. ഇതിനു പുറമെ ഈ മാസം 25-ന് ഉത്രാടക്കുല സമർപ്പണത്തിനും വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓണാവധിയായതിനാൽ ദർശനത്തിനും വലിയ ഭക്തജന തിരക്കുണ്ടാകും. ഈ സാഹചര്യത്തിലാണ് ദേവസ്വം വിവിധ വകുപ്പ് മേധാവികളുടെ യോഗം വിളിച്ചു ചേർത്തത്. തിരക്കുള്ള ദിവസങ്ങളിൽ പുലർച്ചെ 4 മുതൽ വിവാഹങ്ങൾ ആരംഭിക്കും. താലികെട്ടിനായി 6 മണ്ഡപങ്ങൾ സജ്ജമാക്കും. താലികെട്ട് ചടങ്ങ് നിർവഹിക്കാൻ അധിക കോയ്മമാരെയും മംഗളവാദ്യ സംഘത്തെയും നിയോഗിക്കും. ഫോട്ടോഗ്രാഫർമാർ ഉൾപ്പെടെ 24 പേർക്ക് മണ്ഡപത്തിന് സമീപം പ്രവേശനം അനുവദിക്കൂ. കിഴക്കേ നടയിൽ പൂർണ്ണമായും വൺ വേ ഏർപ്പെടുത്തും. വധൂവരന്മാരെ ടോക്കൺ പ്രകാരമാണ് കടത്തിവിടുക. താലികെട്ടു കഴിഞ്ഞാൽ വിവാഹസംഘം തെക്കേ നട വഴി മടങ്ങിപ്പോകണം. തിരക്ക് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിനകത്ത് പ്രദക്ഷിണം, അടിപ്രദക്ഷിണം, ശയനപ്രദക്ഷിണം എന്നിവ അനുവദിക്കില്ല. ക്ഷേത്രത്തിനകത്തും പുറത്തും മഫ്റ്റിയിൽ പോലീസിനെ വിന്യസിക്കും. ക്ഷേത്രത്തിനകത്തും പുറത്തും ക്ഷേത്ര നഗരിയിലും CCTV ക്യാമറകൾ എല്ലാം അടിയന്തരമായി പ്രവർത്തനക്ഷമമാക്കും. 24 മണിക്കൂറും CCTV നിരീക്ഷണം ശക്തമാക്കാൻ സുരക്ഷാ ജീവനക്കാരെ നിയോഗിക്കും. സാമൂഹ്യവിരുദ്ധ പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നിയമ നടപടി സ്വീകരിക്കും. ഇന്നർ ഔട്ടർ റിംഗ് റോഡുകളിൽ വാഹന പാർക്കിംഗ് അനുവദിക്കില്ല. അത്യപൂർവമായ തിരക്ക് പ്രതീക്ഷിക്കുന്നതിനാൽ ഗുരുവായൂരിലേക്ക് അനാവശ്യ യാത്ര ഒഴിവാക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. 2024 സെപ്റ്റംബർ 8-ന് 334 വിവാഹങ്ങൾ നടന്നതാണ് നിലവിലെ റെക്കോർഡ്. ഇത്തവണ ഈ റെക്കോർഡ് മറികടക്കും. ദേവസ്വം കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, ഗുരുവായൂർ ACP M സുരേന്ദ്രൻ, ടെമ്പിൾ പോലീസ് SHO വിനോദ് വലിയാട്ടൂർ, ഫയർ സ്റ്റേഷൻ ഓഫീസർ SD സജിത് ലാൽ, ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ C മനോജ്, MU ഷിനിജ തുടങ്ങിയവർ സംസാരിച്ചു.